ഹലോ. കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വീടും ചുറ്റുപാടും ഒക്കെ വൃത്തിയാക്കിയിട്ട് സന്ധ്യാദീപം തെളിയിച്ച ശേഷം നമ്മളൊരു പഴയ പാത്രത്തിലോ മൺചട്ടിയിലോ ഈ ചപ്പചവറുകളൊക്കെ ഇട്ടിട്ട് ഈർക്കിലും അതുപോലെ വറ്റൽമുളകും കടുകും ഒരു വാഴയിലയിൽ തിരിയും കത്തിച്ചിട്ട് വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. എന്നിട്ട് പറയണം മൂദേവി പോയി ശീപ്പൊതി വാങ്ങുക, അതായത് വീട്ടിലെ ചീത്ത കാര്യങ്ങളെല്ലാം പോയിട്ട് നല്ലത് മാത്രം കയറി വരട്ടെ എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വീട്ടിലോട്ട് കയറി വരണം കേട്ടോ. ഇതിനെയാണ് ചേഷ്ടിയെ പുറത്താക്കൽ, ചേഷ്ടിയെ കളയൽ, ചേട്ട നീക്കൽ എന്നിങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മൈലാഞ്ചി കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ കർക്കിടക മാസം എന്ന് പറയുമ്പം രോഗങ്ങളുടെ കാലം കൂടിയാണ്, മഴക്കാലമാണ്. അപ്പോൾ ഒരുപാട് രോഗങ്ങൾ നമ്മളെ ആക്രമിക്കും. അതിൽ നിന്ന് രക്ഷ എന്നോണമാണ് നമ്മൾ മൈലാഞ്ചിയൊക്കെ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം എൻ്റെ അമ്മ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെൻ്റെ മക്കൾക്കും കൂടി ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം കേട്ടോ. ഇതെല്ലാം അന്യം നിന്ന് പോകുന്ന ഓരോ ആചാരങ്ങളും സമ്പ്രദായങ്ങളുമാണ്. പക്ഷേ അതൊരിക്കലും നിന്ന് പോവാതിരിക്കാനും കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവാനുമാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല, അവർക്കും ഇതൊക്കെ കാണുമ്പോഴും ഇതെല്ലാം പുതിയ അറിവാണല്ലോ, അപ്പോൾ അവർക്കും ഇതൊക്കെ ചെയ്യാൻ ഒരുപാട് താല്പര്യവും ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തേജു എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ, നന്നായി ചുവന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിൽ നന്നായി ചുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൈലാഞ്ചി.